കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് പഠിക്കുന്നവർക്കും സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് പഠിക്കുന്നവർക്കും ഒക്കെ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആകുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്താണ്, അതേപോലെ തന്നെ കോസ്റ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെയൊക്കെ മീനിങ്, ഡെഫിനിഷൻസ്, അതേപോലെ തന്നെ ഡിഫറൻസുകൾ, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Cost accounting. We know that the main objectives of business organization is to make maximum profit. Profit attain ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് എല്ലാ ഓർഗനൈസേഷൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ ദിസ് പേർപ്പസ് ബിസിനസ് ഹാസ് ടു റെഡ്യൂസ് ഇറ്റ്സ് കോസ്റ്റ്. ബിസിനസിൻ്റെ കോസ്റ്റുകളെ കുറച്ചു കൊണ്ടുവരണം. ഓക്കെ, ഇത്തരത്തിൽ കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തായി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ പുതിയൊരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ അറൈസ് ചെയ്തു. ദറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റെഡ്യൂസ് ആൻഡ് കൺട്രോൾ കോസ്റ്റ്. ഓക്കെ, കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യുവാനും റെഡ്യൂസ് ചെയ്യുവാനുമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അറൈസ് ചെയ്യുന്നത്. Here first of all we have to discuss about what is cost. എന്താണ് കോസ്റ്റ് എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ജനറലി കോസ്റ്റ് മീൻസ് പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. കോമൺ ആയിട്ട് നമ്മൾ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ് എന്നാണ്. ബട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് മീൻസ് എന്താണ്? മോണിറ്ററി വാല്യൂ ദാറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ബൈ എ കമ്പനി in order to produce something. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി സ്പെൻഡ് ചെയ്യുന്ന മോണിറ്ററി വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. മോണിറ്ററി വാല്യൂ ദാറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ബൈ എ കമ്പനി ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് സംതിങ്, ദറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് കോസ്റ്റിംഗ്? എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ഫൈൻഡിങ് ഔട്ട് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ബൈ യൂസിങ് എനി മെത്തേഡ് ഓർ ടെക്നിക്. ഏതെങ്കിലും ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ മെത്തേഡോ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസേർട്ടൈനിങ് ദി കോസ്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റിംഗ്. ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസേർട്ടൈനിങ് കോസ്റ്റ് ഈസ് നോൺ ആസ് costing. Okay, thus costing includes two things, that is technique of ascertaining cost and also process of ascertaining cost. ഓക്കെ, ഒരു ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ അത് നമ്മൾ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ, then next we are discussing about what is cost accounting. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമൈനിങ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചറിനെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും അതിനെ അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെയും റെക്കോർഡ് ചെയ്യുന്നതിനെയും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനും അത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫ്രം ദി പോയിന്റ് അറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് or committed to the establishment of its ultimate relationship with cost centers and cost unit. Okay, ICMA ലണ്ടൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫ്രം ദി പോയിന്റ് അറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓർ കമ്മിറ്റഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദി കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്, അതേപോലെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് ഇൻകേർഡ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
That is, cost accounting includes costing plus application of cost control methods, ascertainment of profitability. Okay, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Thus, cost accounting simply defined as a formal accounting system set up for recording cost. Okay, a formal accounting system set up for recording cost. Okay, cost accounting കുറിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. A formal accounting system set up for recording cost ആണ് cost accounting എന്ന് പറയുന്നത്. Okay, then next we are discussing about what are the differences between costing and cost accounting. കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ജസ്റ്റ് 2 കോളംസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമതായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റിംഗിൽ വരുന്നതാണ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓൺലി. ഓക്കെ, കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അസർടൈനിങ് കോസ്റ്റ് ആണ്, കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് preparation of statistical data and ascertainment of profitability. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ കോസ്റ്റ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അസർടൈൻമെന്റ് നടത്തുക എന്നുള്ളതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നേരോ സ്കോപ്പ്. ഓക്കെ, കോസ്റ്റിംഗിന് എന്താണ് നേരോ സ്കോപ്പാണുള്ളത്, സ്കോപ്പ് വളരെ കുറവാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോ അതിന് ബ്രോഡർ സ്കോപ്പാണ് ഉള്ളത്. ഓക്കെ, വൈഡ് സ്കോപ്പാണ് ഉള്ളത്. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തില്ല, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ കോസ്റ്റിംഗ് ഇൻവോൾവ്സ് കോസ്റ്റ് അസർടൈൻമെന്റ് ത്രൂ എനി മീൻസ്. കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻമെന്റ് നടത്തുന്നത് ഫോമലായിട്ടോ അല്ലെങ്കിൽ ഇൻഫോമലായിട്ടോ ഏതെങ്കിലും ഒരു രീതിയിലാണ് കണ്ടെത്തുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് കോസ്റ്റ് അസർടൈൻമെന്റ് ത്രൂ ഫോമൽ അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു ഫോമൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഡാറ്റ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. Then next we are discussing about what is cost accountancy. Cost accountancy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Cost accountancy is the science, art and practice of cost accounting. Cost accountancy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the application of costing and cost accounting principles. കോസ്റ്റിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും അപ്ലൈ ചെയ്യുന്നു. അതേപോലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യുകയും ആസ് വെൽ ആസ് പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദി പേർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ തന്നെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി നടത്തുന്നത്. ദാറ്റ് ഈസ് ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണ് ദി അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, methods and techniques to the science, art and practice of cost control and ascertainment of profitability as well as presentation of information for the purpose of managerial decision making. Okay, that is cost accountancy includes a cost accounting plus presentation of information to management for decision making. മാനേജ്മെന്റിന് ഈ ഒരു ഇൻഫർമേഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.